പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. കോൺടാക്ട് 0484298067 7902980067. കോതമംഗലം നെല്ലിക്കുഴിയിൽ പീസ് വാലി പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢോജ്വലമായ തുടക്കം. കോതമംഗലം പീസ് വാലി ക്യാമ്പസിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയിരുത്തി പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ CK പത്മകുമാർ, ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നാണ് പീസ് വാലി പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് തുടക്കം കുറിച്ചത്. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളിൽ പ്രാർത്ഥന ഫൗണ്ടേഷൻ തുടർന്നും പീസ് വാലിക്കൊപ്പം ഉണ്ടാവുമെന്ന് CK പത്മകുമാർ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ പോയി പ്രാർത്ഥന നടത്താൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയൊന്നും തെറ്റാന്നല്ലാട്ട ഞാൻ ഈ പറയുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവവുമായി അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ പ്രാർത്ഥനകളുടെ ഇടയിലാണ് നമ്മുടെ പത്മകുമാർ സാറിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന. പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾ അതിശയപ്പെടുത്തുന്നതാണെന്നും പീസ് വാലിക്കൊപ്പം തുടർന്നുമുണ്ടാകുമെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എനിക്ക് അറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തു തരാം. എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച് മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, പ്രാർത്ഥനയുടെ ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുരളി തുമ്മാരുകുടി, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സെറിബ്രൽ പാൽസി ബാധിതയായ ഷാരിക AK, MA മുഹമ്മദ്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് ധന്യ രവി, പീസ് വാലി ഉപാധ്യക്ഷൻ KM യൂസഫ്, രാജീവ് പള്ളുരുത്തി, ഡോക്ടർ സാംപോൾ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാരുടെ അതിജീവനം ചോദ്യചിഹ്നമാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യകരമായ പദ്ധതിയാണ് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. റെസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ, ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടിൽ എന്നിവയാണ് 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അമ്മത്തൊട്ടിലും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. വടക്കൻ പറവൂർ ആസ്ഥാനമായ പ്രാർത്ഥന ഫൗണ്ടേഷനൊപ്പം ചിൽഡ്രൻസ് വില്ലേജ് പദ്ധതിയിൽ കൈകോർത്തത്. ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും തൊഴിൽ പരിശീലനത്തിനുമുള്ള പാഠങ്ങളാണ് ഇവിടെ പരിശീലിപ്പിക്കുക. 150 കുട്ടികൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ 2 വർഷമായി ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.